എന്നിട്ട് അവൻ ഒരുപാട് കാലം കൊണ്ടുവെടുക്കും. അവൻ പറയുന്ന പൊട്ടത്തരം മുഴുവനും ഇവര് സഹിച്ചിരിക്കും. കാരണം ഇവർക്ക് നല്ല തെളിവാണത്. അവര് പറഞ്ഞ പൊട്ടത്തരൊക്കെ നിങ്ങൾ കേട്ടോളൂ. ആദ്യമായി മുജാഹിദാകുന്ന ഒരു വലിയ മഹാണ്ട്, അങ്ങനെ മുജാഹിദായ ഒരു മനുഷ്യന്റെ മഹത്വമാണ് ആദ്യം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. അയാൾക്ക് ഇല്ലാത്ത ബിരുദല്ല. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിലെ സമാപന പ്രസംഗം നിർവഹിക്കുന്നത് ജമാലിയ അറബിക് കോളേജ് പ്രിൻസിപ്പളും നെടുമങ്ങാട് കാശിഫുൽ ഉലൂമിൽ നിന്നും കാശിഫി ബിരുദവും അൻവാറുൽ ഹിക്കമിൽ നിന്നും ഹിക്കമി ബിരുദവും ബാംഗ്ലൂരിലെ സബീലുർ റഷാദിയിൽ നിന്നും റഷാദി ബിരുദവും കരസ്ഥമാക്കിയ MS നവാസ് റഷാദി അവറുകളാണ്. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യും. അയാളെ മഹത്വങ്ങൾ കേട്ടല്ലോ. എന്തെല്ലാം ബിരുദാപ്പ് പറഞ്ഞു? ഒരുപാട് ബിരുദുണ്ടല്ലേ, വലിയ പണ്ഡിതനാട്ടോ. എന്നാൽ ഇനി അയാൾ പ്രസംഗിക്കാൻ പോവുകയാണ്. അതിൽ അയാള് ഒരു ചെറിയ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണെന്ന് പോലും അയാൾക്കറിയില്ല. നാം ചിന്തിക്കുക, മലക്കുകളെ കുറിച്ച് സുന്നികൾ അപരാധം പറയുന്നത് എന്തെന്നറിയുമോ? ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഫത്താവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ അതിൽ പറയുന്ന വിഷയം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളുടെ ഫതാവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അയാൾ വിഷയം ഉദ്ധരിക്കുന്നത്. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾക്ക് ഫതാവൽ ഹദീസിയ്യ എന്നൊരു ഗ്രന്ഥം തന്നെയല്ല. എന്ത് വലിയ പൊട്ടത്തരാണ്! എത്ര ബിരുദാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്! ബിരുദം കിട്ടി ഊക്കൂടിയാലുള്ള ബിരുദാണ് ഇപ്പത്. നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അയാൾ ഒരു സ്ഥലത്തൊന്നല്ല പറയുന്നത്, ആവർത്തിച്ച് പറയാണ്. അതിന്റെ ഇടക്ക് AP അബ്ദുൽ ഖാദിർ മൗലവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പോയിന്റും അയാൾ എടുത്തു ധരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് എന്നറിയോ? കറുത്ത പാറയുടെ സമീപത്ത് ചെന്നിട്ട് ആന അല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് മുറിച്ചു മാറ്റിയാൽ ആനയാകും എന്ന് ആര് പറഞ്ഞു? AP അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞല്ലോ. പൊട്ടത്തരല്ലേ അതൊക്കെ? കറുത്ത പാറന്റെ സമീപത്ത് ചെന്ന് ആനല്ല എന്ന് തോന്നുന്ന ഭാഗമൊക്കെ വെട്ടിമുറിച്ചാൽ ആനാകും. വല്ലാത്തൊരു വിവരക്കേട്. അത് മൂപ്പരെ എടുത്തു ധരിക്കുകയാണ്. അയാൾ ഏതായാലും പൊട്ടത്തരം പറഞ്ഞു. അപ്പൊ പൊട്ടന്മാർക്ക് നല്ല സ്വീകരണം കൊടുക്കാൻ പറ്റിയ ആളുകൾ തന്നെയാണ് നിങ്ങൾ. അത് നിങ്ങളെടുത്ത് തന്നെ വിടണത്, അത് നിങ്ങൾ തന്നെ നടത്തണം, നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടാളി. വിട്ടു പോകരുത്. ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. നാം ചിന്തിക്കുക, മലക്കുകളെ കുറിച്ച് സുന്നികൾ അപരാധം പറയുന്നത് എന്തെന്നറിയുമോ? ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഫത്താവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥം നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗികനായ AP അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞതുപോലെ ആനയെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവര് കറുത്ത പാറയുടെ അടുത്ത് ചെന്നിട്ട് ആന അല്ല എന്ന് തോന്നുന്നതിനെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞാല് അത് ആനയായി മാറുമെന്ന് AP അബ്ദുൽ ഖാദിർ മൗലവി നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്നതുപോലെ ഈ ഫത്താവൽ ഹദീസിയ്യ എന്ന ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഗ്രന്ഥത്തിൽ ഖുർആനും ഹദീസിനോടും യോജിച്ചു വരുന്ന വല്ലാത്തൊരു വിവരക്കേടല്ലേ. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ തന്റെ ഫതാവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥം ഞങ്ങൾ സ്വീകരിക്കുന്നു. സക്കരിയ കേൾക്കണ്ട, ഈ പൊട്ടത്തരം. അപ്പൊ ആരുടെ മുമ്പിൽ വെച്ചാ പ്രസംഗിക്കുന്നത്? AP അബ്ദുൽ ഖാദിർ മൗലവിന്റെ മുമ്പിൽ വെച്ചിട്ട്. അയാളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കാര്യം പ്രസംഗിക്കുന്നത്. അയാൾ എഴുതി കൊടുത്തതാണ് സാധു പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, തീരെ വിവരമില്ലാത്ത ആള്. ഇയാൾക്കൊരു 4-5 കോളേജൊന്നും കൂടി ബിരുദെടുത്തൂടായിരുന്നോ? സഫാഹത്ത് അറബി കോളേജിൽ നിന്ന് സഫീഹി എന്ന ബിരുദവും, ജഹാലത്ത് അറബി കോളേജിൽ നിന്ന് ജാഹിൽ എന്ന വിവരവും, ഹമാഖത്ത് അറബി കോളേജിൽ നിന്ന് ഹംഖ് എന്ന ബിരുദവും എടുത്ത